മലപ്പുറം ജില്ലയിലെ ദേശീയപാത വികസനം അടുത്ത ഏപ്രിലോടെ യാഥാർത്ഥ്യമാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ഇതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ഒരു സ്ട്രെച്ചിന്റെ പ്രവൃത്തിയും പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 2025 ഡിസംബറോടുകൂടി കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള 45 മീറ്റർ വീതിയുള്ള 6 വരി ദേശീയപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാവുമെന്ന് മന്ത്രി അറിയിച്ചു. ഒരുപാട് കാലമായി വലിയ പ്രതിസന്ധിയിൽ കിടന്നിരുന്ന കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ വികസനവും യാഥാർത്ഥ്യമാവുകയാണ്. ദേശീയപാതയുടെ ഭാഗമായ 37 കിലോമീറ്റർ നീളമുള്ള ഈ സ്ട്രെച്ചിന്റെ 87% ജോലികളും ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഏപ്രിലോടെ ഇതിന്റെ പ്രവൃത്തികളും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 5600 കോടി രൂപ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഇതിനുവേണ്ടി ചെലവഴിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചു. ഇപ്പോൾ മരം മുറിക്കുന്ന പ്രശ്നം കേരളത്തിലെ വനം വകുപ്പ്, വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നം, വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ്, മെറ്റീരിയലിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വ്യവസായ വകുപ്പ്, അതുപോലെ ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പ്, പ്രാദേശിക പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പിന്നെ പൊതുവെ ഇതിൻ്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നതിന് പൊതുമരാമത്ത് വകുപ്പ്, ഇങ്ങനെ എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുക്കും. മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ 6 വരി 45 മീറ്റർ വീതിയുള്ള NH66 യാഥാർത്ഥ്യമാണ്. അതും ഏപ്രിൽ മെയ് മാസത്തോടുകൂടി നമുക്ക് എന്തായാലും മഴക്കാലത്തിന് മുമ്പ് മലപ്പുറം ജില്ലയിലെ പ്രശ്നം പരിഹരിക്കാൻ. രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാരിന്റെ കൂടി സാമ്പത്തിക സഹായത്തോടെയാണ് ദേശീയപാത 66 യാഥാർത്ഥ്യമാകുന്നത്. ഈ ദേശീയപാതയുടെ സ്ഥലമെടുപ്പിനായി 5600 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേയുള്ള പിന്തുണയോടെയാണ് കേരളത്തിന്റെ ഈ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.